നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മീനാക്ഷി സിയോട് പറഞ്ഞു, മാഡം ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്, മാഡത്തിന് വേണേ അന്വേഷിക്കാം. എന്റെ അമ്മ, അതായത് എന്റെ അമ്മായിമ്മ ഒരിക്കലും ദേവി ചേച്ചി ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഞാനും അവിടുത്തെ മരുമകള് തന്നെയാണ്. ദേവി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് അമ്മ നോക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ദേവി ചേച്ചിക്ക് അമ്മയോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞു, ഞങ്ങൾ മരുമക്കളില്. അതുകൊണ്ട് ദേവി ചേച്ചി ഒരിക്കലും പരാതി ഒന്നും കൊടുക്കില്ല. മാഡം ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സിയെ പറഞ്ഞു, അവരത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും മരുമകള് പരാതി തരത്തില്ലല്ലോ. ഇതൊരു കള്ളപ്പരാതിയാണ് മാഡം. ദേവി ചേച്ചി അച്ഛനും അമ്മയും കൂടെ ചേർന്ന് പരാതി തന്നിരിക്കുന്നതാണ്. ഒരിക്കലും ദേവി ചേച്ചി അങ്ങനെ ഒരു പരാതി തരത്തില്ല. ഞങ്ങള് മരുമക്കളാണെങ്കിലും അവരത്ര സന്തോഷത്തോടെ ആയിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നേ. ഞങ്ങൾ തമ്മിൽ എത്ര കൂട്ടായിരുന്നറിയാം അമ്മയായിട്ട്. അല്ലാതെ ഒരിക്കലും അമ്മ ദേവി ചേച്ചി ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പട്ടിണിക്കിടുകയൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ വെറുതെ ഒരു കള്ളക്കഥയാണ്, ഒരു കള്ള പരാതിയാണ്. അതിന്റെ പേരിലാണ് ഒരു കുടുംബത്തെ മുഴുവൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നേ. അത് കേട്ടപ്പോ സി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദേവി ഗർഭിണിയായിരുന്നോ? പെട്ടെന്ന് മീനു പറഞ്ഞു, അതെ. എന്നിട്ടോ? അത് ആ കുഞ്ഞിനെ നഷ്ടമായി. എന്ത് കാണിച്ച്? അത് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാന്ന് പറഞ്ഞു. ഓ, അല്ല എന്നിട്ട് ആ വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നോ ദേവിയുടെ? അറിയിച്ചായിരുന്നു മാഡം. എപ്പോഴും ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴോ അതോ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തോ എപ്പോഴാ അറിയിച്ചെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അവരറിഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് തൻ്റെ മകളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കാണാൻ വന്ന സമയത്തല്ലേ. അത് കേട്ടപ്പം മീനു പറഞ്ഞു, അത് പിന്നെ അവരോട് പറഞ്ഞായിരുന്നു. പക്ഷേ അത് താമസിച്ച് പറഞ്ഞതിന് കാരണമുണ്ട്. അവർ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ നേരത്തെ പറയാതിരുന്നത്. ഓ, അതും പറഞ്ഞോണ്ട് അവരോട് പറയണ്ടേ? അവരോട് പറയാനുള്ള കടമയില്ലേ? നിങ്ങൾ തോന്നിയാസം അങ്ങ് ചെയ്തില്ലേ? മാഡം അങ്ങനെയല്ല, വേണ്ട. ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഞാൻ കേസിനെ കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിക്കട്ടെ. മാഡം ശരിക്കും അന്വേഷിച്ചോ? ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പം മാഡത്തിനത് മനസ്സിലാവും. ഞാൻ കരുതിയിരിക്കുന്നേ മാഡം സത്യസന്ധയായ ഒരു പോലീസ് ഓഫീസറാന്നാ കരുതിയിരിക്കണേ. എനിക്ക് ആ ഉറപ്പുണ്ട്. മാഡം അന്വേഷിച്ച ശേഷം മാത്രമേ എന്തേലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂന്ന്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തെയാണ് ഇപ്പൊ ഇവിടെ ലോക്കപ്പിലാന്ന് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡം. കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. മാഡം ശരിക്കും നോക്കിയിട്ട് സാഹചര്യ തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ നീതി നടപ്പാക്കുള്ളൂ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാഡം. മാഡത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടുള്ളൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി മീനു എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. മീനു പോയി കഴിഞ്ഞപ്പോഴത്തേനും സേ ഇങ്ങനെ ആലോചിച്ചു. മീനുന്റെ വാക്കുകളൊക്കെ ആയിരുന്നു, മരുമകളായിട്ടല്ല കണ്ടേ, സ്വന്തം മകളായിട്ടാ കണ്ടേ. ദേവി ചേച്ചി അതുപോലെ കണ്ടേന്നുള്ളത്. ഇതിൽ എന്തായിരിക്കും സത്യാവസ്ഥ? പരാതിക്കാർ പറയുന്നതാണോ അതോ വേറെന്തെങ്കിലും ആണോ? പരാതിക്കാരെന്തായാലും ഇപ്പൊ തന്നെ വരുമായിരിക്കും. പിന്നീട് നേരെ എസ് ഐനെ വിളിപ്പിക്കുകയാണ്. എസ് ഐ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സി ചോദിച്ചു, അല്ല ആ പരാതി ശരിക്കും സത്യമായിട്ടുള്ള പരാതിയാണോ? അതെ മാഡം. അല്ല നിങ്ങൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അവര് പറഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിച്ചാന്ന. അത് എനിക്ക് തോന്നി അങ്ങനെ തന്നെയാന്ന്. അവരുടെ പറച്ചിലൊക്കെ അങ്ങനെ തോന്നും, അതുകൊണ്ടാണ് പരാതി എഴുതിയെന്ന് പറഞ്ഞു. അല്ല അവരോട് വരാൻ പറഞ്ഞിട്ടില്ലേ? വരാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ശരി, എനിക്കൊരു കേസിന്റെ അന്വേഷണമുണ്ട്, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് സി ഐ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐക്കൊരു ടെൻഷൻ. തന്റെ കള്ളത്തരങ്ങാനും കണ്ടുപിടിക്കോ? പൈസ മേടിച്ചിട്ടാണ് ശ്രീദേവിയുടെ ഒപ്പിന് വരെ കള്ള ഒപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. അതെങ്ങാനും പിടിക്കപ്പെടുമോന്നൊരു പേടി ആ പോലീസുകാരിക്കും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ധർമ്മൻ ഓടിക്കച്ച് കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. വരുമ്പോ എല്ലാരും ഉണ്ട്. അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് വന്നിട്ട് ധർമ്മൻ ചോദിച്ചു, എന്താ ഏട്ടന്മാരെ, എന്താ ഇങ്ങനെ ഇരിക്കണേ? അല്ല നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണേല്ലേന്ന് ചോദിച്ചു. അനന്തനൊന്നും മിണ്ടിയില്ല, അച്ഛനൊന്നും മിണ്ടാ നിൽക്കുവാണ്. എന്താ ഇത്? നിങ്ങൾ വാ, ഒന്നുമല്ലേലും നമ്മുടെയൊക്കെ സഹോദരല്ലേ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നേ, വരാൻ പറഞ്ഞു. പക്ഷെ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം ഏട്ടന്മാരെ, നിങ്ങൾ എന്ത് പരിപാടിയെ കാണിക്കുന്നേ? നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാനായിട്ടാണെങ്കിൽ ഇനി അതിന് സമയമുണ്ട്. നിങ്ങൾ പ്രതികാരം ആയിക്കോ ദേവമകാരോട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ 3 പേരുടെ പെങ്ങളാണ് അവിടെ നിൽക്കണമെന്നുള്ള കാര്യം ഓർമ്മ വേണം. നമ്മൾ എത്ര സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നതാ, എത്ര നല്ല സ്നേഹത്തോടെ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നേ. പിന്നെ ഗോമതി ചേച്ചി പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു പോയി. അതെന്തേലും ആയിക്കോട്ടെ.
അതിന്റെ പേരിൽ ഇപ്പൊ ചേച്ചീനെ ഉപദ്രവിക്കുന്നത് ശരിയായിട്ടാണോ? ചേച്ചിക്ക് ഒരു ആപത്ത് വന്നു ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കുമല്ലേ വേണ്ടത്. ഇനിയിപ്പം ആ, ഗോമതി സ്റ്റോഴ്സ് ബാലിനെ തോൽപ്പിക്കാനാ നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിന് പറ്റിയൊരു അവസരം തന്നെയല്ലേ ഇത്. ഗോമതി സ്റ്റോഴ്സ് ബാലിനെ ഗോമതിയെ കൃഷ്ണമംഗലംകാർ പോയി രക്ഷപ്പെടുത്തി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ കിട്ടാൻ പോകുന്നത്? കൃഷ്ണമംഗലംകാർക്കല്ലേ. അവരുടെ തട്ട് ഒരു പടിയും കൂടെ ഉയർന്ന് നിൽക്കത്തില്ലേ? അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ജയിക്കാൻ പോകുന്ന ആരാ? നമ്മളല്ലേന്ന് ചോദിച്ചു. തന്ത്രപരമായിട്ടാണ് ധർമ്മന് ആ കാര്യങ്ങൾ പറയണേ. അത് കേട്ടപ്പോ അച്യുതനും അനന്തനും പരസ്പരം നോക്കുകയാണ്. അച്യുതൻ പറഞ്ഞു, വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ ഇപ്പം രക്ഷപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, എന്താ അച്യുതേട്ടാ പറയണേ? അച്യുതേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുനാള് എത്ര സ്നേഹമായിരുന്നു നിങ്ങക്ക് ഗോമതി ചേച്ചിയോട്. പകരവും പ്രതികാരം ചെയ്യണമെങ്കിൽ അവര് വീട്ടിൽ വന്നതിന് ശേഷം ആയിക്കോ, അതാവണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഈ സമയത്ത് നമ്മൾ പോയി രക്ഷിക്കണം. രക്ഷിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇത് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് രക്ഷിക്കുവാണ് ആൾക്കാരൊക്കെ അതൊക്കെ പറയത്തുള്ളൂ. കൃഷ്ണമംഗലംകാർക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അനന്തൻ എഴുന്നേറ്റിട്ട് അച്യുതനോട് പറഞ്ഞു, വാച്ചുത നമുക്ക് പോവാന്ന് പറഞ്ഞു. ഏട്ടാ ഒന്നും പറയണ്ട, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം, നമ്മുടെ പെങ്ങളാണ് അവള് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, നമ്മള് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ആർക്കും ആരെയും തകർക്കാൻ പറ്റില്ല ഏട്ടന്മാരെ. വരാൻ പറഞ്ഞിട്ട് അവരങ്ങോട്ട് കയറിപ്പോയി. രാജശ്രീക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇന്ദിരാമ്മയ്ക്ക് സന്തോഷമായി. കാരണം ഇത്ര സമയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് അനന്തനൊക്കെ. പക്ഷെ ധർമ്മൻ ഒറ്റ നിമിഷം കൊണ്ടാണ് അവരുടെ മനസ്സ് മാറ്റിയെടുത്തത്. എന്റെ ഭഗവാനെ, എത്രയും പെട്ടെന്ന് തന്നെ എന്റെ മോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഇന്ദിരാമ്മയുടെ മനസ്സിൽ. ഈ സമയത്ത് ഉദയഭാനു ശ്രീകലയും കൂടെ ഒരു ഓട്ടോറിക്ഷയെ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഉദയഭാനു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല ചോദിച്ചു, എന്താ മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഉദയഭാനു ഇറങ്ങി. എടി, നമ്മളങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ കയറി ചെന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? എടി, എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല. പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പറയണ്ടേ? എന്തേലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വ്യത്യാസം വരാനായിട്ട് അതുപോലെ തന്നെ പറഞ്ഞോണം. എടി, നമ്മൾ ചതിയല്ലേടി ചെയ്യുന്നേ, നമ്മളല്ലേ കള്ളത്തരം കാണിച്ചത്. ദേ മനുഷ്യ, നമ്മുടെ മോളെ കണ്ണീരിലാഴ്ത്തിയതാണ് ഈ പറയുന്ന ഗോമതിയും ബാലിനും ഒക്കെ. അറിയാലോ, നമ്മുടെ മോളുടെ കണ്ണീരിന് ഒരു വിലയില്ലാതെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അപ്പൊ പിന്നെ അവർക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഒരാഴ്ചക്കുള്ളിൽ എന്റെ മോളെ ഞാൻ ദേവമംഗലത്തേക്ക് കയറ്റും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് കേട്ടല്ലോ, അവിടെ വന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചോണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ മിച്ചം വെച്ചേക്കില്ല. എടി, എന്നാലും ഇങ്ങോട്ട് വാ മനുഷ്യെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കുക. എടി ശ്രീകലെ, എനിക്ക് ആകെപ്പാടെ പേടി തോന്നുന്നുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ ആ ബാലന്റെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ തലയും കുമ്പിട്ട് നിന്നിട്ടുണ്ടല്ലോ, പിന്നെ അറിയാലോ എന്താ സംഭവിക്കണേന്ന്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ. ഞാൻ പറയുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് അങ്ങോട്ട് അനുസരിച്ചോണം. ഇനി ഇങ്ങോട്ട് ചോദ്യം പറിച്ചിലൊന്നും വേണ്ട. അതും പറഞ്ഞിട്ട് ഉദയഭാന്റെ കയ്യെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടേലോടാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുക കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് നോക്കി. ഗോമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, കള്ളപ്പരാതിയും കൊടുത്തിട്ട് വന്നിരിക്കുന്നു, നിങ്ങൾ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോമതി ചീറിക്കൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേനും മിത്ര മീനാക്ഷിയൊക്കെ കയറി ഗോമതിയെ പിടിക്കുകയാണ്. ഗോമതി പറഞ്ഞു, എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. നിങ്ങളെ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാനും ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, കള്ളപ്പരാതി എന്ന് ആരാ പറഞ്ഞേ? എന്റെ മോളെ നിങ്ങൾ ആ വീട്ടിലിട്ട് പീഡിപ്പിച്ചില്ലേ? എന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ നിങ്ങൾ കിടന്ന് അഭിനയിക്കുന്നോ? ഗോമതിക്ക് സഹിക്കോ? ഗോമതി പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ മോളും നിങ്ങളുടെ ഭർത്താവ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തെ ചതിച്ചേ. പക്ഷെ അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. നിങ്ങളുടെ മകളെ എപ്പോഴാണ് ഞാൻ ഉപദ്രവിച്ചേ? അവളെ ഞാൻ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ, എപ്പോഴാണ് പീഡിപ്പിച്ചേ? എന്റെ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് അവളെ ഞാൻ നോക്കിയതാ. എന്നിട്ട് എന്തായി ഒടുവില് നിങ്ങൾ കള്ളപ്പരാതിയല്ലേ കൊടുത്തേ? വേണ്ട വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഇപ്പം എന്നും പറഞ്ഞോണ്ട് ശ്രീകലം വിട്ടുകൊടുത്തില്ല. എന്റെ മോളെ അവിടെ ഇട്ട് പീഡിപ്പിച്ചിട്ട് ഇപ്പൊ കേസായി കഴിഞ്ഞപ്പോഴത്തേന് അതിൽ നിന്ന് ഊരിപ്പോവാനായിട്ട് നിങ്ങൾ കിടന്ന് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നല്ലേ? കോമതി പറഞ്ഞു, നിങ്ങള് ഇതിലപ്പുറം ചെയ്യുന്നവരാ. കാരണം ഞങ്ങള് വേണമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. നിങ്ങളെയൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു പോയി. അതാണ് ഞാനും എന്റെ ബാലേട്ടനും ഒക്കെ ചെയ്ത തെറ്റ്. പക്ഷേ ഇതിന് ഞാൻ സമാധാനം പറയിപ്പിക്കും. ശരിക്കും പരാതി കൊടുക്കണം ഞങ്ങളായിരുന്നു. ഞങ്ങൾ ഒരു അയവ് കാണിച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ ഞങ്ങൾക്ക് പണി തന്നില്ലേ? ഇത് വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ഗോമതി കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴേക്കും ആനന്ദം കൂടെ വന്നിട്ട് പറഞ്ഞു, എന്തിനാമ്മേ മര്യാദയ്ക്ക് പരാതിയും പിൻവലിച്ച് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കി വിടുന്ന, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നിനെയും വെറുതെ വിട്ടേക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണ് ശ്രീകല. അയ്യോ എന്റെ സാർമാരെ ഈ പറഞ്ഞു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് SI മാഡത്തിന്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളെ കൊല്ലൂന്ന് പറഞ്ഞു കേട്ടോ, ഭീഷണിയാ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്.
ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അതിന് കൊല്ലുമെന്ന് പറഞ്ഞൊന്നുമല്ലോ. ഏ ആനന്ദേട്ടൻ അങ്ങനെ പറഞ്ഞതുമില്ല, കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ ആരിന് അങ്ങനെയല്ല. തീർക്കൂന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. എനിക്ക് പിന്നെ വേറൊന്നും നോക്കാനില്ല. മര്യാദയ്ക്ക് പരാതി പിൻവലിച്ചില്ലെങ്കിൽ, ഞങ്ങളെ പുറത്ത് വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാം. അയ്യോ കണ്ടില്ലേ മാഡം, കണ്ടില്ലേ ഇപ്പൊ ഇവൻ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും അഭിനയിക്കുമ്പോഴത്തേനും എസ് ഐ ഒന്നും നിർത്തുന്നുണ്ടോ? ഞാൻ ആദ്യം കരുതിയത് ഒരു കള്ളപ്പരാതി എന്നാ, പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇവര് പറയുന്നതിലും കഴമ്പുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ കൊല്ലൂന്നും അല്ലെങ്കിൽ വെട്ടൂന്നൊക്കെ ഭീഷണിപ്പെടുത്താനായിട്ടേ. നിങ്ങളുടെ വീടൊന്നും അല്ലത്, ഇത് പോലീസ് സ്റ്റേഷനിലാ. ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് എന്നിട്ട് എസ് ഐ ചോദിച്ചു, മാഡം ഒരു കള്ള പരാതി എന്നതിന്റെ പേരില് ഞങ്ങൾ ഇത്ര പീഡിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവരെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ആരാ ശരി ചെയ്ത ആരാന്നൊക്കെ അറിയാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞു. ഉദയഭാനു ഒക്കെ വല്ലാതെ തല കുമ്പിട്ട് നിൽക്കുമ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, എന്തിനാ ഉദയേട്ടാ തല കുമ്പിട്ട് നിൽക്കുന്നത്? നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ടവരല്ല, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടവരാ. നമ്മുടെ മോളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചവരല്ലേ ഇവര്. അപ്പൊ പിന്നെ ഒന്നിനും വെറുതെ വിടലെന്നൊക്കെ പറഞ്ഞു. ഗോമതിക്ക് ദേഷ്യമായി. ഗോമതി വന്നിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഗോമതിയും വെല്ലുവിളിക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.